ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക് സംസാരിക്കാം. ഈശ്വരാരാധന. നമ്മളെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈശ്വരാരാധന ചെയ്യുന്നവരാണ്. എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യാറുള്ളത്. മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചാൽ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെ? നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഇതൊന്നും നമ്മളുടേതായ രീതിയിൽ ഈ ആവശ്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നതാണ് ഈശ്വരനെ. അതാണിപ്പോൾ കാണുന്ന ഒരു പ്രവണത. ശരിക്കും അങ്ങനെയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ജനിച്ച് ഒരു കുട്ടി വളർന്നു വരുന്ന അതായത് അവന് ബുദ്ധിയെ കുറച്ച് അല്ലെങ്കിൽ അവൾക്ക് ബുദ്ധി കുറച്ച് ഉച്ചരിച്ചു തുടങ്ങുന്ന, സംസാരിച്ചു തുടങ്ങുന്ന സമയം തൊട്ടിട്ട് മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻസ് ആയിട്ടുള്ളവർ അവരെ ശീലിപ്പിക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞ ഈശ്വരാരാധന അല്ലെങ്കിൽ ആത്മീയത. ഇതെല്ലാം പലപ്പോഴും നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് വയസ്സായി കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ എല്ലാം, അതായത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് അവസാനം നമ്മൾക്കിനി ഒന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈശ്വരാരാധനയിലേക്ക് പോവാം, മരിക്കുന്നതിന് മുമ്പ് ഒരു 2 രാമനാമം ജപിക്കുക എന്നതാണ് നമ്മുടെ കൺസെപ്റ്റ്. അതല്ല വേണ്ടത്. പലപ്പോഴും എനിക്ക് കുറേ നാളുകൾക്ക് മുമ്പ് മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഒരു മരണം കാണുമ്പോൾ വല്ലാതെ പാനിക്കാവുന്ന ഒരാളൊന്നുമല്ല ഞാൻ. വിഷമമൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട്, ചിലപ്പോൾ ഒന്ന് കണ്ണിൽ വെള്ളം നിറഞ്ഞെന്നൊക്കെ ഇരിക്കും. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, മെൻ്റൽ സ്ട്രെങ്ത് കുറഞ്ഞത് കൊണ്ടായിരിക്കാം, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത്ര വലിയ അറിവുള്ള ആളല്ല ഞാൻ. എനിക്ക് തോന്നിയത് ഞാൻ പറയാണ്. ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയുന്ന, കഴിഞ്ഞത് മുതലിങ്ങോട്ട് എണ്ണിപ്പറുക്കി ഒരുപാട് കഴിഞ്ഞ എല്ലാ വിഷയങ്ങളും എല്ലാ സംഭവങ്ങളും ഓരോ മൈന്യൂട്ട് സംഭവങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് ആ മരിച്ച വ്യക്തിയെ കരഞ്ഞ് വിളിച്ച് നിലവിളിക്കുന്ന ഒരുപാട് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് പേരെ കാണാറുണ്ട്. അന്നും ഞാൻ ചിന്തിക്കുക, എന്തിനിങ്ങനെ അലമുറയിട്ട് കരയണേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വിഷമമുണ്ട്, കരയണ്ട എന്നല്ല. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനിച്ചാൽ മരണം ഉറപ്പായിട്ടും നമുക്ക് കിട്ടുമെന്നുള്ളത് മരണം തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ കണ്ട് അതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് സന്നദ്ധമാക്കുക. പലപ്പോഴും ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, മരിക്കുമ്പോൾ നമ്മൾ ശാന്തി വരുന്നു, കർമ്മം ചെയ്യുന്നു, നമ്മൾ വേണ്ടപ്പെട്ടവർ എല്ലാവരും നിന്ന് ഒപ്പമേറ്റ് ചൊല്ലുന്നുണ്ട്. ആ ദേഹിയെ യാത്രയാക്കുമ്പോൾ ആത്മാവിന് ശാന്തി കിട്ടണം, പോകുന്ന ആൾക്കുള്ള ഗതാഗതം കറക്റ്റാക്കി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് വളരെ ചെറുതായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒരു ചെറിയ ചിരി എൻ്റെ ഉള്ളിൽ, ചെറിയൊരു പുഞ്ചിരി വരും. മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ ബാക്കി എല്ലാവരും കൂടി ചേർന്നിട്ട് ആ നേരത്താണ് ഭഗവാനോട് പറയുന്നത് ആ പോകുന്ന ആളുടെ ഗതാഗതം കറക്റ്റാക്കി കൊടുക്കാൻ, ആ പോകുന്ന ആത്മാവിന്. ഇതേ ആൾക്ക് ജനിച്ചു വീണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോധമുള്ളപ്പോൾ തൊട്ടിട്ട്, ഒരു കുട്ടി ബോധത്തോടെ ചിന്തിച്ചും പ്രവർത്തിച്ചും തുടങ്ങുന്ന സമയം തൊട്ടിട്ട് ഇതേ ഗതാഗതം സുഗമമാക്കണേന്ന് അന്ന് മുതലേ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥന പിന്നീട് എന്തിനാ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മരിക്കുമ്പോൾ ചെയ്യുന്ന ചടങ്ങ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതുവരെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. എല്ലാവരുമല്ല, കുഞ്ഞിലേ ശീലിച്ചിട്ടുള്ളവരുണ്ട്, വളരെ ഭംഗിയായിട്ടുള്ളവരുണ്ട്. ഒരുപാട് ഘടകങ്ങൾ അതുമായിട്ട് കണക്റ്റഡ് ആണ്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ദേഹിയെ യാത്രയാക്കാനായിട്ട് ആ ലാസ്റ്റ് നിമിഷത്തിൽ പറയുമ്പോഴേക്കും ഒരു വഴി വെട്ടിത്തെളിച്ച് കൊടുക്കുക. നമ്മൾ പറയില്ലേ, കാട് പിടിച്ച് കിടക്കുന്ന ഒരു വഴി, ആ വഴി വെട്ടിത്തെളിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പണിയെടുക്കണം നമ്മൾ. അതിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഈ വഴി അങ്ങോട്ട് ശരിയാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനു മുമ്പേ നമ്മൾ ആ വഴി ശരിക്കും ക്ലിയർ ചെയ്തിടുകയാണെങ്കിൽ അതല്ലേ ആയിരുന്നു ബെറ്റർ? സ്വയം നമ്മൾ തന്നെ ആ വഴി ക്ലിയർ ആക്കി ഇടുകയാണെങ്കിൽ ഇത്രയും ആൾക്കാർ ആ ലാസ്റ്റ് സമയത്ത് വന്ന് ആകെ കൂടി കലുഷിതമാക്കേണ്ട ഒരു അവസ്ഥ വരില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ചിലപ്പോൾ എൻ്റെ വിഡ്ഢി ചിന്തകളാകാം, എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളണമെന്നൊന്നുമില്ല. എനിവേ, അതവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ പറയുന്നത് ആ വഴികളൊക്കെ നേരത്തെ റെഡിയാക്കാനുള്ള ഈശ്വരാരാധനയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ വന്നത്. അപ്പോൾ ഈശ്വരാരാധന നമ്മളെല്ലാവരും ചെയ്യുന്ന ഒന്നാണ്. പല രീതിയിലുണ്ട്. ക്ഷേത്രത്തിൽ പോവുക, പിന്നെ
ജപങ്ങൾ, യജ്ഞങ്ങൾ, താന്ത്രിക ചടങ്ങുകൾ, അങ്ങനെ പല രീതിയിലുള്ള ഈശ്വരാരാധനകളുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജപങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം നാമജപമാണ് എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലും ശ്രേഷ്ഠമാണ് മന്ത്രജപം. ഇതൊക്കെ എങ്ങനെ നമ്മൾക്ക് റിസൾട്ട് തരുന്നു എന്ന് നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ